എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് ആദർശിനെ വിളിക്കുവാണ് നന്ദു. എന്നിട്ട് പറയുന്നുണ്ട് ആ സ്വർണ്ണപ്പണിക്കാരൻ അത്ര ശരിയല്ല. അയാൾ സുഭാഷ് എന്ന് പറയുന്ന ഒരു സ്വർണം വിൽക്കുന്ന ആൾ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. മൂർത്തി ജ്വല്ലറിയിൽ അയാളാണ് സ്വർണം തരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് അയാൾ സ്വർണം തന്നിരുന്നു, അത് പണ്ടാണ്, ഇപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാറില്ല എന്നൊക്കെ പറയുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട് ഏതായാലും മൂർത്തി ജ്വല്ലറിയുടെ പേരിൽ കള്ളക്കടത്ത് സ്വർണം വരികയും ചെയ്തിട്ടുണ്ട്. അത് ആ ജ്വല്ലറികൾ വഴി തന്നെ വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നടന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം അത് ചെയ്തത് ആ കുടുംബത്തിലെ അസുരവിത്ത് തന്നെയാണ്. അതുകൊണ്ട് ആ സ്വർണ്ണപ്പണിക്കാരനെ ഞാൻ അവിടുന്ന് പൊക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട് അതിന് യാതൊരു പ്രശ്നവുമില്ല. നന്ദുവിൻ്റെ ഡ്യൂട്ടി നന്ദു ചെയ്തു. നന്ദു അവിടെ വന്ന് പോയതിന് ശേഷം അയാളെ ഒന്ന് സൂക്ഷിച്ചേക്കണമെന്ന് ഞാൻ അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ വ്യക്തമായ തെളിവില്ലാതെ അയാളെ നമുക്ക് പറഞ്ഞു വിടാനും പറ്റില്ല, അതുകൊണ്ടാണ് അവിടെ പിടിച്ചു നിർത്തിയത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അതിനുശേഷം നന്ദു അയാളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും ഭീമമായ ഒരു എമൗണ്ട് വന്നത്, അതിനുള്ള കാരണം എന്താണ്, എവിടെ നിന്നാണ് കിട്ടിയത്, സോഴ്സ് എന്താണ് എന്നൊക്കെ ചോദിക്കും. അയാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ചിട്ടിയുടെ കാര്യവും ഒക്കെ പറയുവാണ്. ചിട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ഓണത്തിനും വിഷുവിനും ഒക്കെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് ബോണസ് കിട്ടും, ആ പൈസ എല്ലാം കൂടെയാണ് അവിടെ ഇട്ടേക്കുന്നത് എന്ന് പറയും. അന്നേരം നന്ദി ചോദിക്കുന്നുണ്ട് ബോണസ് തന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപയാണ് എന്ന് ആദർശേട്ടനെ വിളിച്ചു ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ പണമാണോ ഇത്രയും, വെറുതെ കള്ളം പറയാൻ വേണ്ടി നിൽക്കണ്ട. തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ട് ഉണ്ട്, അതുകൂടാതെ മക്കളുടെ അക്കൗണ്ടിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചതാണ്. അതുകൂടാതെ സുഭാഷ് ഇപ്പം മൂർത്തി ജ്വല്ലറിക്ക് സ്വർണം കൊടുക്കുന്നില്ല. എന്നിട്ടും ഈ സുഭാഷിനെ കഴിഞ്ഞ ഡിസംബറിൽ താൻ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും താൻ വിളിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് തൻ്റെ കോൾ റെക്കോർഡിൽ ഒരിക്കൽ പോലും അയാളുടെ നമ്പർ കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഒന്നോ രണ്ടോ തവണ, അതിൽ കൂടുതൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് സത്യം തുറന്നു പറയുന്നതാണ് നല്ലത്. അങ്ങനെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചോദിക്കുന്ന രീതി മാറും എന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ അയാൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് അനഘയുടെ അടുത്ത് നിൽക്കുന്ന ആ ചേച്ചി നയനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ് അനഘയ്ക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലൊക്കെ വന്നിട്ടുണ്ട്, ഓക്സിജൻ മാസ്ക് വെച്ച് കൊടുത്തിട്ടും അതങ്ങ് ശരിയാകുന്നില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറയുന്നു. ഞാനിപ്പോൾ തന്നെ ആളെ വിടാം എന്ന് പറഞ്ഞിട്ട് നയന ഫോൺ കട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വിളിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദുവിനോട് പറയുവാണ് അനഘയ്ക്ക് ഇങ്ങനെ സുഖമില്ല, നീ എത്രയും പെട്ടെന്ന് അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ ആക്കാവോ എന്ന് ചോദിക്കുന്നു. ഞാൻ ചെല്ലാമേ എന്ന് പറയുന്നുണ്ട് നന്ദു. അത് കഴിഞ്ഞ് നന്ദു പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ശ്വാസം മുട്ടലുണ്ട്, തീരെ വയ്യാതെ കിടക്കുവാണ് അനഘ. അന്നേരം അവർ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതിരിക്കുമായിരുന്നു, കഴിഞ്ഞ ദിവസം അഭി ഇവിടെ വന്നിട്ട് പോയി, അതിനുശേഷമാണ് ഇതുപോലുള്ള ബുദ്ധിമുട്ട് മോൾ കാണിച്ചു തുടങ്ങിയത് എന്ന് പറയും. അന്നേരം നന്ദു പറയും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം, എന്താ സംഭവിച്ചതെന്ന് അവർ നോക്കട്ടെ എന്ന് പറയുന്നു. അവർ രണ്ടുപേരോട് താങ്ങി പിടിച്ച് വണ്ടിയെ കയറ്റുന്നു. പോലീസ് ജീപ്പിനാട്ടോ നന്ദു വന്നത്. പോലീസുകാരനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഈ സമയം നയന അഭിയെ കാണുന്നുണ്ട്. അഭിയോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാടാ പോകുന്നത്, ഹോസ്പിറ്റലിലേക്കാണോ എന്ന്. അങ്ങനെ ഹോസ്പിറ്റൽ ആരാ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് നീ കഴിഞ്ഞ ദിവസം അവിടെ പോയി അനഘ എന്താ ചെയ്തത്, നീ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അനഘയ്ക്ക് പെട്ടെന്ന് ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നത്, അതുകൊണ്ട് തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു, നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കും. അന്നേരം അഭി പറയുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ പോയി ഒന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ, അവൾക്ക് എന്ത് പറ്റിയിട്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലാക്കിയത്, ഏത് ഹോസ്പിറ്റലാക്കിയത്, ഞാൻ വേണേൽ പോയി നോക്കാം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല, നീ കാണാൻ പോകുന്നത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനായിരിക്കും, അതിൻ്റെ ആവശ്യമില്ല, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നീ മൂലം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ ജീവിതം കാണില്ല എന്ന്. പറയേണ്ടതല്ല ഞാൻ ചേച്ചിയോട് തുറന്നു പറയും, അനഘയില്ലെങ്കിലും ചന്തുമോള് നിൻ്റെ മകളാണ് എന്ന് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവളുടെ ഒരു മുടിനാരിഴ മതി അത് തെളിയിക്കാൻ, അത് ഞങ്ങൾ തെളിയിച്ചു വെച്ചിട്ടുമുണ്ട്. ഇനി ചേച്ചിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമുള്ളൂ. നിൻ്റെ നിലനിൽപ്പിന് പാരയാകും എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചന്തുമോളെ നീ ഇല്ലാതാക്കോ എന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ഒരുപാട് കളിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ പുറത്തേക്കുള്ള വഴി നിനക്ക് ഞാൻ തുറന്നു തരും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അഭിയോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നയന അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കട്ടക്കലിപ്പിലാട്ടോ അഭി. അതുപോലെ തന്നെ നന്ദു ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട്, അനഘയുടെ ഡോക്ടറോട്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഞങ്ങൾ അത്ഭുതത്തോടു കൂടിയാണ് അനഘ റിക്കവറായി വരുന്നത് നോക്കി നിന്നത്, ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ
അറിയത്തില്ല. എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. ബലപ്രയോഗം നടത്തിയിട്ടുണ്ട്. കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കിയതുപോലെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും കണ്ടുപിടിക്കണമെന്നൊക്കെ ഡോക്ടർ പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇതാരാ ചെയ്തേ എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഏതായാലും ഇനി ഇങ്ങനൊരു സംഭവം നടക്കാതെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയുന്നു. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, എനിക്ക് അനഘയെ ഒന്ന് കാണാൻ പറ്റുമോയെന്ന്. തീർച്ചയായും കാണാം എന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ച് പറയുന്നുണ്ട് ICUവിലേക്ക് നന്ദുവിനെ കയറ്റി കാണിക്കണമെന്ന്. അങ്ങനെ നന്ദു അനഘയുടെ അടുത്ത് എത്തുന്നു. അനഘയ്ക്ക് ചെറിയ ബോധമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ആകെപ്പാടെ വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് കിടക്കുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, ഇതാരാണ് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാം. അനഘയോടും മാത്രമല്ല അവൻ ഈ അനീതി കാണിച്ചത്, ആദർശേട്ടനോടും അവൻ ഇതൊക്കെ തന്നെയാണ് കാണിച്ചത്. അതുകൊണ്ട് ഇനി അവൻ ഈ രീതിയിലൊന്നും പ്രവർത്തിക്കാതിരിക്കാൻ അവൻ എന്താണ് കൊടുക്കേണ്ടത് എന്ന് എനിക്കറിയാം, അത് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അനഘ ആശ്വസിപ്പിച്ചിട്ടാണ് നന്ദു അവിടുന്ന് പോരുന്നത്. നന്ദു അവിടുന്ന് ഇറങ്ങുന്നതേക്കും വിഘ്നേഷ് വിളിക്കും കേട്ടോ നന്ദുവിനെ. എന്നിട്ട് പറയുന്നുണ്ട്, അനാമിക അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലോട്ട് കയറി പോയിട്ടുണ്ട്, കൂടെ അഭിയും ഉണ്ട് എന്ന്. അന്നേരം ഹോട്ടൽ ഏതാ എന്നൊക്കെ ചോദിക്കുന്നു. നന്ദുക്ക് ഇടയ്ക്ക് അവിടെ പോകാറുള്ളത് കൊണ്ട് അവിടുത്തെ മാനേജരെ നന്ദുവിന് പരിചയമുണ്ട്. അയാളെ ഞാൻ വിളിച്ചോളാം, നീ വെച്ചോ എന്ന് പറയുവാണ്. അതിനുശേഷം നന്ദു ആ ഹോട്ടലിലെ മാനേജരെ വിളിക്കുന്നുണ്ട്. ഈ സമയം അഭിയും അനാമികയും അവിടെ ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ സമയമാണ് നന്ദു മാനേജരെ വിളിക്കുന്നത്. എന്നിട്ട് നന്ദുവിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട്, മേഡം ഇടയ്ക്ക് ഇവിടെ വരാറുള്ളതല്ലേ, എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എനിക്കൊരു ഉപകാരം ചെയ്യാവോ എന്ന് ചോദിക്കും. എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ അനന്തപുരിയിലെ പയ്യൻ ഇരിപ്പുണ്ടോ, അഭി എന്നാ പേര് എന്ന് പറയുമ്പോൾ ഉണ്ട്, ഒരു സ്ത്രീയും ഉണ്ട് കൂടെ എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കുവാണ്, അവർ സംസാരിക്കുന്നത് ഒന്ന് റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, നോക്കട്ടെ മാഡം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വയ്ക്കുവാണ്. പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശ് വീട്ടിലുണ്ട്, എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നയന അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അഭിയോട് പരുഷമായി പെരുമാറിയിട്ടുണ്ട്, അവനെ ഇനി നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നന്ദു അവൻ്റെ പുറകെ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുക. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൻ ഇതുവരെ നന്നായിട്ടില്ല, ഇനിയും അവൻ്റെ കള്ളത്തരങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെച്ച് മുന്നോട്ട് പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവന് കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ അവൻ നന്നായേനെ. പക്ഷേ നമ്മൾ അവന് ഓരോ അവസരങ്ങൾ കൊടുക്കുമ്പോഴും അവൻ അത് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ഇനി കിടക്കേണ്ടത് ജയിലിലാണ്. അവൻ ചെയ്ത തെറ്റിനെല്ലാം തക്കതായ ശിക്ഷ അവന് കിട്ടണം എന്നിങ്ങനെ പറയുക. അന്തേക്കും നയന, ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം, ചേച്ചി ഇതൊന്നും താങ്ങില്ല, ചേച്ചിയെ അവനിപ്പോൾ അടക്കി പിടിച്ചേക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, ആ സ്നേഹം നഷ്ടപ്പെടാനും ഒരുപാട് സമയമൊന്നും വേണ്ട എന്നിങ്ങനെ നയന പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനിയും ചേച്ചിയുടെ പേര് പറഞ്ഞ് അവൻ്റെ തെറ്റുകളെല്ലാം ഇങ്ങനെ മൂടി വയ്ക്കാൻ സാധിക്കത്തില്ല. ചന്തുമുള്ള അച്ഛൻ ഞാനാണ് എന്ന് തന്നെ പറഞ്ഞു, അതിനെ മാറ്റാനൊന്നും നിൽക്കണ്ട, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം നയന പറയുന്നുണ്ട്, അവൻ ഇനിയും ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യും, അതുകൊണ്ട് ഇനി ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നയന പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അനഘയുടെ കാര്യത്തിൽ മാത്രമല്ല നന്ദു അവനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്, വേറെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, ആ ഗോൾഡ് തിരിമറിയുടെ പിന്നിൽ ഇവനാണ് എന്ന് ഏകദേശം തെളിഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് നന്ദു വരുന്നത് അവനെ അറസ്റ്റ് ചെയ്യാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.